നമ്മളിവിടെ നിന്ന് ഉണ്ടാക്കുന്നത് ഒരു ബ്രെഡ് റോളാണ്. ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു റോള്. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി ഒരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ എടുക്കാം കേട്ടോ. ബട്ടർ എടുക്കുക, ഓയിൽ എടുക്കുക, വെളിച്ചെണ്ണ എടുക്കുക, എന്ത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ അത്രയും മതി. നമ്മളെ എണ്ണ ചൂടായിട്ടുണ്ട് നന്നായിട്ട്. ഇനിയിപ്പോഴത്തെ ഞാൻ അതൊക്കെ കുറച്ച് എല്ലില്ലാത്ത ചിക്കൻ എടുത്തിട്ട് കുരുമുളക് ഉപ്പിട്ട് വേവിച്ച് എടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്കെടുത്ത് എന്താ പറയുക 2 മിനിറ്റ് ഒന്ന് ശാലോ ഫ്രൈ ചെയ്ത് കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാനിത് ചെയ്തത്. ഇതാ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കട്ടോ. ഞാൻ പിന്നത് നമുക്ക് ടേസ്റ്റ് കുടിക്കട്ടെ എന്ന് വെച്ചിട്ടാണ്. നമ്മൾ ഉണ്ടാക്കുന്ന ഏറ്റവും എളുപ്പത്തിലാണ്. എന്ത് സവാള അരിയണ്ട, വഴറ്റണ്ട, ഒന്നും ചെയ്യണ്ട. ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തരാം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന്. കുട്ടികളൊക്കെ ഉണ്ടാക്കിയൊക്കെ എടുത്താൽ പിന്നെ നമ്മളോട് ചോദിച്ച് കഴിക്കും. അത്ര ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വീഡിയോ കാണണേ. ചിക്കൻ ഷാലോ ഫ്രൈ ചെയ്ത് അതേ പാത്രത്തിൽ തന്നെ ഞാൻ ഇതാ കുറച്ച് മതി, അളവൊന്നും വേണ്ട. ഒരു 1.5 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി തക്കാളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയും തക്കാളി നിങ്ങൾ ഉണ്ടാക്കുന്ന സാധനത്തിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വേണം കേട്ടോ. വലിയ തക്കാളി ആയിട്ട് ഞാൻ 3 എടുത്തത്. ചെറുതാണെങ്കിൽ ഒരു 4 എടുക്കാം. അത് കൂടുതൽ റോൾ ഉണ്ടാക്കുകയാണെങ്കിൽ തക്കാളിൻ്റെ എണ്ണം കൂട്ടിക്കുള്ളൂ. ഇതിന് നന്നായിട്ടൊന്ന് വഴണ്ട് ഒന്ന് ചെറിയ തീയിൽ ഒന്ന് വഴണ്ട് വരട്ടെ. നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് അടച്ച് വെക്കാം. തുറന്ന് നോക്കേ. ഞാൻ നേരത്തെ ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നന്നായിട്ട് എന്താ പറയുക ജ്യൂസി ആയിട്ട് വരണം. അതുകൊണ്ടാണ് ഞാൻ തക്കാളി ഇത്രയും ചെറുതായിട്ട് അരിഞ്ഞത്. ഇതിന് നമുക്കിനി ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക. ഞാൻ വലിയ ക്യാപ്സിക്കം 1-1.5 ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുകയാണേ. ക്യാപ്സിക്കം ഇത് കുറച്ച് ഇതിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കണമോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക്കം അധികം ഉണ്ടെങ്കിൽ കുറച്ചധികം ചേർത്തോട്ടോ, നന്നായിരിക്കും. ഞാനൊന്ന് അടച്ച് വെക്കുകയാണ്. ചെറിയ തീയിൽ രണ്ടും നന്നായിട്ട് വെന്ത് വരട്ടെ. നമുക്ക് 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത്. അപ്പോൾ എരിവ് കുറവായിരിക്കും. എരിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടി ചേർക്കാം. ഇനി നമുക്ക് നേരത്തെ നമ്മൾ ചിക്കൻ ചേർക്കില്ലേ, അതിൻ്റെ സ്റ്റോക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് തീ കൂട്ടി വെക്കാം കുറച്ച്. എന്നിട്ടിതൊന്ന് കുറച്ച് നേരം അടച്ചു വെക്കാം. നമുക്കിനി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. നമ്മുടെ ചിക്കൻ സ്റ്റോക്കിൽ ഉപ്പുണ്ട്. അപ്പോൾ ചിക്കനിൽ ഉപ്പുണ്ടാവും. അപ്പോൾ നോക്കിയിട്ട് ചേർക്കാം. ഇതാ ചിക്കനില്ലേ, അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിതൊന്ന് നന്നായിട്ട് ഡ്രൈ ആയി വരട്ടെ. ഇതിന് ഞാൻ ചേർക്കാൻ പോകുന്നത് കുറച്ച് മല്ലിയിലാണ്. അത് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചധികം ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതൊരു കുറച്ച് ടൊമാറ്റോ സോസ്, അത് 1 ടേബിൾ സ്പൂണൊക്കെ മതിയാവും. അത്രയും മതി. ഇത് ഇനി ചേർക്കുന്നത് കുറച്ച് ഒറിഗാനോ. നമ്മളെ കയ്യിലില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക. അപ്പോൾ ഇത് നന്നായിട്ട് ഇത് ചേർത്താൽ നല്ലൊരു ഫ്ലേവർ, നമ്മളെ ഷവർമൻ്റെ ഒക്കെ ഫ്ലേവറില്ലേ, അതുപോലെ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. റോളിൻ്റെ മസാലക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഒന്ന് അടച്ച് വെക്കാം. ബ്രെഡ് ഒന്ന് ആവി കയറ്റിയെടുക്കണേ. ഇനി ഞാനിതാ ഇഡലി തട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ വെള്ളം തിളച്ചിട്ടുണ്ട് നന്നായിട്ട്. ഇതിലേക്ക് 2 പീസ് ബ്രെഡ് വെച്ച് കൊടുക്കുക. ബ്രെഡ് ഉണ്ടല്ലോ, നിങ്ങൾ വാങ്ങുമ്പോൾ കുറച്ച് വലിയ പീസ് വാങ്ങാൻ ശ്രദ്ധിക്കുക. എനിക്ക് ചെറുതാണ് കിട്ടിയത്. കയറിയ മതി. എന്താണെന്ന് വെച്ചാൽ നമുക്കിതൊന്ന് പരത്തി വലുതാക്കാൻ വേണ്ടിയിട്ടാണ്. അധികം വെള്ളം കയറി പോരുത്. അത്ര 1 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുക. പെട്ടെന്ന് തന്നെ എടുക്കുക. ആവി കയറ്റിയ ഈ ബ്രെഡ് ഞാനൊന്ന് ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് ചെറുതായി റോൾ ചെയ്തെടുക്കുന്നുണ്ട്. ഇതാ നമുക്ക് ബ്രെഡിന് വലുതായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ ചൂടോടെ തന്നെ ചെയ്യണം കേട്ടോ. നമ്മളിത് പരത്തി വെച്ച ബ്രെഡില്ലേ, ആവി ചൂടാക്കിയിട്ട് അതൊന്ന് റോളാക്കി എടുക്കാം. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാലയും കുറച്ച് മയണൈസും പിന്നെ കുറച്ച് ടൊമാറ്റോ സോസും ചേർത്തിട്ട്, വലിയ ബ്രെഡാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാട്ടോ.
ഇത് ചെറിയ ബ്രെഡായത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വലിയ ബ്രെഡ് വാങ്ങാൻ ശ്രദ്ധിക്കണേ. ഒന്ന് റോളാക്കി എടുക്കുക. ഞാൻ ഈ ബ്രെഡെല്ലാം റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ മസാല കുറച്ച് ബാക്കിയുണ്ട്. നമുക്ക് അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ ഉപയോഗിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ എന്താ വെച്ചാൽ വലിയ ബ്രെഡാണെങ്കിൽ കുറച്ചും കൂടി കാണാനും ഭംഗി ഉണ്ടാവുകയും നമുക്കത് ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ്. അപ്പോൾ ഇതിങ്ങനെ തന്നെ വേണമെങ്കിലും കഴിക്കാം. അതല്ലാതെ നമുക്കൊന്ന് എന്താ പറയുക, ഒരു ഷാലോ ഫ്രൈ ചെയ്യും പോലെ ചെയ്തിട്ട് കഴിക്കുകയും ചെയ്യാം. ഇത് കുട്ടികൾക്ക് സ്നാക്കാക്കിയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റുള്ള സ്നാക്കാണ് കേട്ടോ. നിങ്ങളിത് എന്തായാലും ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കണേ. ഇത് ഷാലോ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പാത്രം അടുപ്പിച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു പീസ് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് നന്നായി മെൽറ്റ് ചെയ്ത് വരട്ടെ. 2 പീസ് ഇട്ടിട്ടുണ്ട്. ബട്ടർ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. നമുക്ക് ഒരു പീസ് ബ്രെഡ് എടുത്തിട്ട് കൊടുക്കാം. അങ്ങനെ ഓരോന്നായിട്ട് പാത്രത്തിൽ വലിപ്പത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് മറിച്ചിട്ടെടുക്കുക. അത്രയും മതി. ഇനി നമുക്കിത് ഓരോന്നായിട്ട് അതൊക്കെ കോരിയെടുക്കാം. നമ്മൾ ബ്രെഡ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇന്ന്. അപ്പോൾ അതിന് സവാളയൊന്നും വേണ്ട, ഞാൻ ഉണ്ടാക്കിയത് കണ്ടതല്ലേ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്കൊക്കെ കൊടുക്കുക. സ്നാക്ക് ബോക്സിലോ ഇനി വൈകുന്നേരത്തെ ചായക്കടിയായിട്ടൊക്കെ ഉപയോഗിക്കാം. നല്ല ടേസ്റ്റുള്ളൊരു ബ്രെഡ് റോളാണ്. നമുക്ക് സോസ് കൂട്ടിയിട്ടോ മയണൈസ് കൂട്ടിയോ അങ്ങനെ വേണമെങ്കിൽ കഴിക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.